റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് വീണ്ടും സർക്കാർ VC പോരിന് കളമൊരുങ്ങുന്നു. കേരള യൂണിവേഴ്സിറ്റി VC മോഹൻ കുന്നുമ്മൽ തന്നെയാണ് ഇത്തവണയും ഒരു വശത്ത്. സർക്കാരിനെ മറികടന്ന് ചാൻസലറായ ഗവർണർ പല ഇടപെടലുകളും നടത്തുന്നുവെന്ന ആരോപണം നിലനിൽക്കെയാണ് വൈസ് ചാൻസലർ ഇടപെടലും സർക്കാരിന് തലവേദനയാകാൻ പോകുന്നത്. ഇപ്പോൾ വരുന്ന ഒരു ബ്രേക്കിംഗ് വാർത്ത. കേരള സർവകലാശാലയിൽ VCയുടെ അസാധാരണ ഇടപെടൽ. ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് സ്വന്തം നിലയ്ക്ക് നിയമനം നടത്താനാണ് വൈസ് ചാൻസലറായ മോഹൻ കുന്നുമ്മലിന്റെ നീക്കം. ചട്ടപ്രകാരം സിൻഡിക്കേറ്റ് ചെയ്യേണ്ട നിയമനത്തിലാണ് ജൂലൈ 3-നകം അപേക്ഷിക്കാൻ VC വിജ്ഞാപനം ഇറക്കിയത്. VCയുടെ നീക്കത്തിനെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, സിൻഡിക്കേറ്റ് ചെയ്യേണ്ടതും കൂടി VC ചെയ്യുകയാണ് എന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് വിളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും VC ആ യോഗം വിളിക്കുന്നില്ല. മോഹൻ കുന്നുമ്മൽ വീണ്ടും തന്റെ ധാർഷ്ട്യം കാണിക്കുന്നു, സിൻഡിക്കേറ്റിനെ വെല്ലുവിളിക്കുന്നു, നിലവിലുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ഒരുങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ബോർഡ് ഓഫ് സ്റ്റഡീസിൽ VC എങ്ങനെയാണ്, ഈ മോഹൻ കുന്നുമ്മൽ എങ്ങനെയാണ് സ്വന്തം നിലയ്ക്ക് നിയമനം നടത്തുക? സ്വന്തം നിലയ്ക്കുള്ള ഇടപെടലുകളും നടപടികളും അധികാര പ്രയോഗവുമൊക്കെയാണ് കേരള സർവകലാശാലയിൽ ഇപ്പോൾ VC മോഹൻ കുന്നുമ്മൽ സൂചിപ്പിക്കേണ്ടത്. ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്കുള്ള നിയമനങ്ങളെ സംബന്ധിച്ച വിഷയമാണ്. സാധാരണഗതിയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്കുള്ള നിയമനങ്ങൾ നടത്തേണ്ടത് സിൻഡിക്കേറ്റ് ആണ്. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് യോഗത്തിൽ തീരുമാനമെടുത്ത് വിജ്ഞാപനം പുറത്തിറക്കി അഭിമുഖമൊക്കെ നടത്തി അങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ സിൻഡിക്കേറ്റിനോടോ ബന്ധപ്പെട്ട അധികാര സംവിധാനങ്ങളോടോ ഒന്നും തന്നെ കൂടിയാലോചിക്കാതെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹമുള്ള യോഗ്യതയുള്ള അധ്യാപകർക്ക് അപേക്ഷകൾ നൽകാം എന്ന് കാട്ടിക്കൊണ്ടാണ് രജിസ്ട്രാർ മുഖേന ഇപ്പോൾ വൈസ് ചാൻസലർ പുതിയൊരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി 37ഓളം ഡിപ്പാർട്ട്മെന്റുകളിലേക്കും UG PG ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ജൂലൈ 3-ാം തീയതിക്കകം ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകർ സർട്ടിഫിക്കറ്റുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അപേക്ഷകൾ സർവകലാശാലയ്ക്ക് സമർപ്പിക്കണം. മറുവശത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. കാരണം ഏതാണ്ട് 60 ദിവസത്തിൽ ഒരിക്കലാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടത്. ഇപ്പോൾ 60 ദിവസത്തിൽ ഒരിക്കൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് 3 മാസത്തോളമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനോ ആവശ്യപ്പെട്ടിട്ടും ആ ആവശ്യത്തെ മുഖവിലക്കെടുക്കാനോ വൈസ് ചാൻസലർ ശ്രമിക്കുന്നില്ല. പകരം പുതിയ സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ചതിന് ശേഷം മാത്രം മതി ഇനി യോഗം. അതെ, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാലയിൽ 60 ദിവസത്തിനുള്ളിൽ വിളിക്കേണ്ട സിൻഡിക്കേറ്റ് 60 ദിവസമായിട്ടും വിളിച്ചിട്ടില്ല. സിൻഡിക്കേറ്റ് വിളിക്കാത്ത സാഹചര്യത്തിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് VC സ്വന്തം താല്പര്യപ്രകാരം നിയമനം നടത്തുകയാണ്. ജനാധിപത്യം, ഭരണഘടന, ചട്ടങ്ങൾ, അക്കാദമിക് മെറിറ്റ് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് VC. ഗവർണർക്ക് വേണ്ടിയിട്ട് ഗവർണറോടൊപ്പം നിന്ന് സംഘപരിവാറിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് കേരള സർവകലാശാലയിൽ എങ്ങനെയൊക്കെ ആ സർവകലാശാലയിൽ കുളം തോണ്ടാമോ ആ അവസ്ഥയിലേക്ക് കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.